ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുര സേവയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാനിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ട സാധനങ്ങൾ: കടലമാവ്. ഇത് കണ്ടില്ല, ഞാൻ എലൈറ്റിൻ്റെ ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 1/2 കിലോ 500 ഗ്രാം കണ്ടില്ലേ, അത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അരിപ്പൊടി 1 കപ്പ്, പിന്നെ പഞ്ചസാര 2 കപ്പ് പഞ്ചസാര. ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കടലമാവ് എടുക്കാം. നല്ല ക്രിസ്പാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ കടലമാവിൻ്റെ സ്വാദ് ഭയങ്കരമായിട്ട് എടുത്തറിയാതിരിക്കാനും ഈ അരിപ്പൊടി ചേർക്കുന്നത് സഹായിക്കും. ഇനി നമുക്ക് അരിപ്പൊടി ചേർക്കാം. കണ്ടില്ലേ, അരിപ്പൊടി ഇടാം. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഓണത്തിന് ഇവിടെ ഒരുപാട് ഈ ഭാഗത്ത് ഓണാട്ടുകാരെ ഈ ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ ഓണത്തിനുണ്ടാക്കും. ഞങ്ങളുടെ അവിടെയൊക്കെ തന്നെ ഉപ്പേരി, ശർക്കര വരട്ടി, പല സൈസ് ഉപ്പേരികൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ ഉപ്പേരി, മധുരസേവ, മുറുക്ക്, കളയടയ്ക്ക, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും. അച്ചപ്പം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആദ്യം വന്നപ്പോൾ. ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, അതേപോലെ കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും വെള്ളം എല്ലായിടത്തും പറ്റുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. നമ്മൾ സേവനാഴിയിലിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ചെറിയ ചില്ലാണ് ഞാനിതിലിട്ടേക്കുന്നത്. ഇത് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് നമ്മളിത് ഇടുകയാണ്. അല്ല, അത് കറക്കി കണ്ടില്ല, അത് കറക്റ്റ് നല്ല ഷേപ്പിൽ വരുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കത് മുറിച്ച് കൊടുക്കാം. കാരണം മധുരസേവ എന്തായാലും നമ്മൾ മുറിച്ചാണ് എടുക്കണത്. അപ്പം അത് ഫുള്ള് പിഴിഞ്ഞെടുക്കണം എന്നില്ല. നമ്മൾ ഇതുപോലെ നമ്മളതിലേക്ക് മുറിച്ച് ഇട്ടാൽ മതി. ഇത് പെട്ടെന്ന് മൂക്കും, അതുകൊണ്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറക്കാൻ. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് പാകമായി കഴിഞ്ഞു. ചെറിയൊരു ബ്രൗൺ നിറമായി കഴിഞ്ഞു. നമുക്കിനി അത് എടുക്കാം. കണ്ടില്ലേ, നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചത് ഫുള്ള് നമുക്ക് ഇതിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ല, അത് ഫുൾ ഞാൻ എടുത്തത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ക്രിസ്പായിട്ടുണ്ട്, ഒടിച്ചാൽ ഒടിയുന്ന രീതിയായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പം നിങ്ങളത് വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിക്കുക. പിന്നെ നമ്മൾ പാവ് കാച്ചാൻ അതിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് കുറേ ഒടിയും. നമുക്ക് ആ പഞ്ചസാര നമുക്ക് പാവ് കാച്ചാം. നൂൽ പരുവാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇടുന്നത് മധുരസേവ. വറുത്ത് വെച്ചിരിക്കണം, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. വലിയ പാത്രത്തിൽ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം ഇത് ഒരിക്കലും വെളിയിൽ പോകാൻ പാടില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കാനും പറ്റും വലിയ പാത്രം. അപ്പോൾ ഞാൻ വലിയൊരു ഉരുളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കണ്ടില്ലേ, അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ഈ മധുരസേവ ഇതിലേക്ക് ഇടാൻ. നന്നായിട്ട് ഇളക്കണം, പഞ്ചസാര എല്ലായിടത്തും പറ്റണം. ഇത് സൂക്ഷിക്കുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്തു പോകാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്നാവും കേട്ടോ. കണ്ടില്ലേ, ഈ ഷേപ്പിൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. നാളെ വേറൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. ബൈ.